എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ, ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണുന്നത് പ്രവർത്തനമൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്. കിളുത്താന്തി അടിപൊളി പറവാങ്ങില്ല. അനിൽ ഷേഖാണ് ലക്ഷദ്വീപിലെത്തി ചെറിയ പൊന്നാനി എന്നറിയപ്പെടുന്ന നമ്മുടെ കിൽത്താൻ ദ്വീപിലെത്തിയിരിക്കുകയാണ്. ഒത്തൊരുമയുടെ നാടും കൂടിയാണ് ഈ കിൽത്താൻ ദ്വീപ്. അത് പറയാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും കിൽത്താൻ ദ്വീപിൻ്റെ കാഴ്ചകളിലൂടെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി. പക്ഷേ 6 മണി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പാസഞ്ചറിനെ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷിപ്പിൽ തന്നെ സ്റ്റേ ചെയ്തു. അങ്ങനെ ഇപ്പോൾ രാവിലെ 7 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കിൽത്താൻ ദ്വീപിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിൽത്താൻ ദ്വീപിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് എന്തായാലും പോകാം. കിൽത്താൻ ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ സാഹിത്യ പാരമ്പര്യമുള്ള ഒരു ദ്വീപാണ് കേട്ടോ ഇത്. 2.5 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ ദ്വീപിൽ ഇന്ന് ഏകദേശം 600ഓളം വീടുകളും 6000-നടുത്ത് ആളുകളും അധിവസിക്കുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ ജഡ്ജ് അമാനുല്ല സാഹിബിൻ്റെ നാട്. കലാപരമായി നോക്കിയാൽ കാറ്റുവളി പോലുള്ള തനത് കലാരൂപങ്ങൾ കൊണ്ട് കലാവസന്തം തീർത്ത നാട്. കോലോടം പോലുള്ള സാഹിത്യകൃതികളും ചരിതമാല, കൽവൈരം, കൗമാല പോലുള്ള കാവ്യങ്ങളും ഹൈദർമാല പോലുള്ള മാലപ്പാട്ടുകളും അങ്ങനെ ഒരുപാട് സൃഷ്ടികൾ ഈ ദ്വീപ് സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഘടനപരമായി നോക്കിയാൽ തെക്ക് വശത്ത് തലയുയർത്തി നിൽക്കുന്ന ലക്ഷദ്വീപിൻ്റെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ ലൈറ്റ് ഹൗസ്, വടക്ക് ഭാഗത്ത് ആത്മീയ സുഹൃതം പരത്തുന്ന അടിഞ്ഞബി മക്ബറയും, മധ്യഭാഗത്ത് ലോകപ്രശസ്ത അൽ-അസ്ഹർ സർവകലാശാലയുടെ പ്രശംസ നേടിയ മഹാനായ പണ്ഡിതൻ കാസിം മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ജുമാഅത്ത് പള്ളി എന്നിവ ഈ നാടിൻ്റെ പൈതൃകങ്ങളാണ്. മൺസൂൺ കാലങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് ആശ്വാസമെന്നോണം ഈ നാട്ടുകാർ എല്ലാവരും ചേർന്ന് നിർമ്മിച്ച മസ്ജിദുൽ ഫിർദൗസ് പാലം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈസ്റ്റേൺ സൈഡ് ജെട്ടി ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ ഞാൻ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഷെൽഡോറിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇതിന് മുമ്പ് 1-2 തോണികൾ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ വെറുതെ അല്ല, നമ്മുടെ കൂട്ടുകാരൻ സൽമാൻ കുറേ നേരം വിളിച്ചിരുന്നു. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ കിൽത്താൻ ദ്വീപിലോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് കാണാം. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഈ നാട്ടിലോട്ട് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ നാട്ടിൽ വരണം എന്നുള്ളതും നമ്മുടെ കൂട്ടുകാരെ കാണണം എന്നുള്ളതും ഈ നാടിൻ്റെ എന്തെങ്കിലും ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ളതും എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ലക്ഷദ്വീപിലെ ചെറിയ പൊന്നാനി എന്നറിയപ്പെടുന്ന നാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. കിൽത്താൻ ദ്വീപിന് ചെറിയ പൊന്നാനി എന്ന് പേര് വരാൻ കാരണം പണ്ട് പൊന്നാനിയിലും കാലിപ്പട്ടണത്തിലുമെല്ലാം ഇവിടുത്തെ ആൾക്കാർ പോയിട്ട് കിതാബ് ഓതുകയും അവിടെ നിന്ന് ഉസ്താദുമാരെ തിരിച്ചു വന്ന് ദറസ് നടത്തുന്ന സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ മാൽമി കണക്കെന്ന് പറയുന്ന റഹ്മാനിയും കൂടി, അതായത് നാവികശാസ്ത്രം, ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. മറ്റു ദ്വീപുകളിൽ നിന്നും ഒരുപാട് ആളുകൾ അത് പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ വരികയും പഠിച്ച് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറിവ് തേടി വരുന്ന ഒരിടം എന്നുള്ള നിലക്കാണ് ഈ ദ്വീപിനെ ചെറിയ പൊന്നാനി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ കിൽത്താൻ ദ്വീപിലെ ജെട്ടിയിലാണ്. ഈ ജെട്ടിക്കൊരു പ്രത്യേകതയാണ്, ഞാൻ പറഞ്ഞില്ല, ഇത് ഇവിടുത്തെ നാട്ടുകാർ നിർമ്മിച്ച ജെട്ടിയാണ് നമ്മൾ ഈ കാണുന്ന ജെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ദ്വീപിൽ നിന്നും ഹജ്ജിന് പോകുന്ന യാത്രക്കാരെ കാൽ നനയാതെ തോണിയിലോട്ട് കയറ്റുന്നതിന് വേണ്ടിയാണ് ആദ്യമായി ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു പാലം നിർമ്മിക്കുന്നത്. ബെഞ്ചും പലകയുമെല്ലാം ഇട്ടുകൊണ്ടായിരുന്നു ആദ്യത്തെ പാലം. ഇത് പറയുമ്പോൾ ഒരു എടുത്തു പറയേണ്ട ഈ നാട്ടിലെ ഒരു കൂട്ടായ്മയാണ് കച്ചേരിപ്പടിക്കാർ. അവർ ഈ ജെട്ടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, മസ്ജിദുൽ ഫിർദൗസ്. അവരായിരുന്നു ഈ ഹജ്ജ് യാത്രക്കാരെ യാത്ര അയപ്പിനുള്ള കാര്യങ്ങൾ, അവരുടെ ഈ ലഗേജുകളൊക്കെയും ഷിപ്പിലെത്തിക്കുന്നതൊക്കെ അവരായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വീണ്ടും ഈ ജെട്ടി പുതുക്കി പണിയുന്നതിന് വേണ്ടി പണി ആരംഭിച്ചു. അന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലുള്ള മറ്റ് ദ്വീപുകാരും എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ ജെട്ടിയുടെ പണി ആരംഭിച്ചു. ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും അതിനുവേണ്ടി ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി. അങ്ങനെ ഈ നാട്ടുകാരുടെ മൊത്തം സഹകരണത്തോടു കൂടി, അതായത് അവരുടെ കയ്യിലുള്ള സാമ്പത്തികമായും അല്ലാതെയുള്ള എല്ലാ സാധന സാമഗ്രികളും നൽകിക്കൊണ്ടായിരുന്നു ഈ പാലം പണി കഴിപ്പിച്ചത്. ശേഷം ഇവർക്ക് ഗൈഡൻസ് കൊടുത്ത ഈ നാട്ടിലത്തെ കാതിയായിരുന്ന ഷമൂൻ ഫൈസി ഉസ്താദ് അവർകൾ ഈ പാലം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഈ നാട്ടുകാരുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഈ കാണുന്ന ഈ ജെട്ടി. തെക്കിയൊരുക്കി മെരുക്കിയെടുത്തൊരു പാട്ടിത് കേട്ടിട് കൂട്ടരെ ഒക്കെ കിളുത്തം നാട്ടിടെ കേക്കണ പേരിതേ ഇക്കും ഷർഫീതൊപ്പമിളിഞ്ഞ് തേടി തേടി നടന്നതരിച്ച് മികച്ചൊരു കാവ്യം ഞാനിത പാടട്ടെ മെച്ചമിതൊച്ച നിറച്ചരുളഞ്ഞിൽ യാ റബ്ബേ അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി നേരെ പോകുന്നത് കിൽത്താൻ ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ബീച്ച് റോഡ് കൂടി വടക്കോട്ടാണ്.
അതിനിടയ്ക്കാണ് ഒരു പയ്യനെ കണ്ടത്. പേര് സിനാൻ എന്നാണ്. അപ്പോൾ നമ്മുടെ സല്ലു പറഞ്ഞിരുന്നു ഈ പയ്യന് ഈ നാട്ടിലത്തെ എല്ലാ ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കാണാതെ അറിയാൻ പറ്റുമെന്നുള്ളത്. നമ്മൾക്ക് പോകുന്നതിന് മുമ്പ് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ കിൽത്താൻ ദ്വീപിൻ്റെ മനോഹരമായ ബീച്ചിനോട് കൂടി കുറച്ചുകൂടി മുമ്പോട്ട് വന്നാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പാർക്കുണ്ട്. പൊന്നാനി പാർക്ക് എന്നാണ് പേര് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഫാമിലിയായിട്ട് വന്നിരിക്കാനും വൈകുന്നേരങ്ങളിൽ വളരെ മനോഹരമായ സ്ഥലം, അടിപൊളി ബീച്ചിൻ്റെ കാര്യം ഒന്നും പറയേണ്ടതില്ലല്ലോ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത്. അപ്പോൾ കിൽത്താൻ ദ്വീപിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർക്ക് സന്ദർശിക്കാൻ മറക്കണ്ട. കുണ്ട് കുളത്താറ്റുണ്ട് തിരിഞ്ഞ് കൊട്ടെ പാലാലങ്ങുണ്ട് കുണ്ടോടത്താറത്തും മുന്നേ കക്കുളി തോട്ട കല്ലുണ്ട് കീക്കോൺ തിട്ടാലിപ്പുറമേറി തെക്കിള മൂനിക്കെത്തോണ്ടേ. കിൽത്താൻ ദ്വീപിൻ്റെ വടക്കോട്ട് വരുംതോറും കിൽത്താൻ ദ്വീപിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ ആയതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെ കടലടിച്ച് കല്ലൊക്കെ കയറിയിട്ട് ഒരു ഓഫ് റോഡ് സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. കിണറ്റ് നക്കരൈ നൊച്ചിലക്കാട് കമ്മിയത്തെങ്ങുണ്ട് കിണറ്റ് നക്കരൈ നൊച്ചിലക്കാട് തെക്ക് തിരപ്പനുരപ്പുനുരച്ച് ഉരച്ച് പതച്ച് മറിച്ച് സിറാത്ത്. നമ്മുടെ ഈ കിൽത്താൻ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഈ ഫൈബർ ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ട് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയല്ല, പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നേരെ കാണുന്ന റീഫില്ലേ, അവിടെ കടലിൻ്റെ താഴെയായിട്ട് ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. അതെന്തെന്ന് വെച്ചാൽ 1974 ഈ ഭാഗത്ത് കൂടി ക്രൂഡ് ഓയിലുമായി പോയിക്കൊണ്ടിരുന്ന SS ട്രാൻസ്ഫോൺ എന്ന് പറയുന്ന ഓയിൽ ടാങ്കർ കപ്പൽ അതിൻ്റെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ തകരാറ് മൂലം കൊണ്ട് തീപിടുത്തം കാരണം അന്ന് വൈദ്യുതി നഷ്ടപ്പെടാൻ കാരണമാവുകയും കപ്പൽ നിയന്ത്രണം വിട്ട് സെപ്റ്റംബർ 26 കിൽത്താൻ ദ്വീപിൻ്റെ റീഫിൽ വന്ന് കയറുകയും ചെയ്തു. പിന്നീട് ഈ കപ്പലിനെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കപ്പലിനെ അവിടെ തന്നെ വിട്ടുകൊണ്ട് ഇതിലുണ്ടായിരുന്ന ഓയിൽ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ജഗ്ജ്വാല എന്ന് പറയുന്ന ഒരു കപ്പൽ വരികയും 1 മാസത്തോളം ഇവിടെ നങ്കൂരം ഇട്ടുകൊണ്ട് അവർക്ക് കഴിയാവുന്ന അത്രയും ഓയിൽ അതിലോട്ട് മാറ്റുകയും ശേഷം കപ്പലിലൂടെ ഉപേക്ഷിച്ച് അതിലെ ജീവനക്കാരെയും കൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴും അണ്ടർ വാട്ടർ ഡൈവ് ചെയ്യുമ്പോൾ അവിടെ ആ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റുന്നതാണ്. മക്കളുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഇറങ്ങിയാഞ്ഞ് ചെറുവിടെയാ നമ്മുടെ പോലീസിലുള്ള AS സാറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡൊക്കെ ആയിട്ട് വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? ഇപ്പൊ വളരെ സുഖം തന്നെ. ഡെയിലി റൊട്ടീൻ വർക്ക് ഇരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ദിവസം ഒരു 3 കിലോമീറ്റർ നടക്കും. പിന്നെ വീട്ടിലെ ചില വർക്ക് നിങ്ങൾ ഇതൊക്കെ കാണുന്നത് പ്രോഗ്രാം വളരെ ഉഷാറായിട്ടുണ്ട്. നല്ല നല്ല പ്രോഗ്രാംസ് ആണ്. താങ്ക് യു കൊണ്ടുവരുന്നത്. വീണ്ടും കാണാൻ ഓക്കെ. ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഈ നാടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു മക്ബറ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഈ കാണുന്നതാണ് ആ മക്ബറ. അടിഞ്ഞവിയ കുളിക്കര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ, കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് വരികയും അവർക്ക് ആ സമയത്ത് ഒരു സ്ത്രീയുടെ ജഡം കടൽ തീരത്ത് കയറിക്കിടക്കുന്നതായി കാണുകയും ചെയ്തു. അവർ ആ സ്ത്രീ ഏത് മതത്തിൽപ്പെട്ട ആളെന്നറിയാതെ അത് അവിടെ കുഴിച്ചു മുടുകയും ചെയ്തു. പിന്നീട് ഈ നാട്ടിലെത്തി ഒരു പ്രഗത്ഭനായ മതപണ്ഡിതന് സ്വപ്നം കാണുകയാണ്. ആ കുഴിച്ചുമൂടിയ ശരീരം എടുത്തുകൊണ്ട് ഇസ്ലാമിക ചട്ടപ്രകാരം കബറടക്കം ചെയ്യണമെന്നുള്ള സ്വപ്നമായിരുന്നു കണ്ടത്. തുടർന്ന് അവരത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അത് കണ്ടെത്തിയതിന് ശേഷം അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ഇസ്ലാമിക ചട്ടപ്രകാരം മറവ് ചെയ്തതാണ് ഈ കാണുന്ന മക്ബറ. തെക്കിയൊരുക്കി മെരുക്കിയെടുത്തൊരു പാട്ടിത് കേട്ടിട് കൂട്ടരെ ഒക്കെ കിളുത്തം നാട്ടിടെ കേൾക്കണ പേരിതേ. ഞാനിപ്പോൾ ഉള്ളത് കിൽത്താൻ ദ്വീപിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്താണ് കേട്ടോ. വടക്കേ അറ്റത്തുള്ള നമ്മുടെ ഹെലിപ്പാഡാണ് ഈ കാണുന്നത്. അതായത് ലക്ഷദ്വീപിലത്തെ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇവാക്യുവേഷനൊക്കെ നടക്കുമ്പോൾ രോഗികളെ എടുക്കുന്നതിന് വേണ്ടി ഇവിടെയാണ് ലാൻഡ് ചെയ്യുക. അപ്പോൾ പല ദ്വീപിലും ഹെലിപ്പാഡ് തെക്ക് ഭാഗത്തുണ്ട്, വടക്ക് ഭാഗത്തുണ്ട്. അപ്പോൾ കിൽത്താൻ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്താണ്. അപ്പോൾ അതും കടന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ കിൽത്താൻ ദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ബീച്ച് റോഡിലോട്ട് കയറുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ ഞാൻ പറഞ്ഞില്ലേ, കിൽത്താൻ ദ്വീപിൻ്റെ വടക്കോട്ട് വരുന്നതോറും കിൽത്താൻ ദ്വീപിൻ്റെ ഭംഗി കൂടി വരുന്നുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാലല്ലേ. നമ്മുടെ ലക്ഷദ്വീപ് കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാർ മറ്റ് പല ദ്വീപുകളും കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ കൂടുതൽ പേരും കാണാത്ത ദ്വീപുകളാണ് ഈ കിൽത്താൻ, ചത്ലാത്ത്, ബിത്ര ഈ ഭാഗത്തുള്ള വടക്ക് ഭാഗത്തുള്ള ദ്വീപുകൾ. ശരിക്കും അവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളും ഒരുപാട് ചരിത്രങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പോകുന്ന വഴിക്ക് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ആ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. പിന്നെ ഞാൻ കിൽത്താൻ ദ്വീപിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലേ, ഇവിടുത്തെ ചരിത്രങ്ങൾ ഇനിയും പറയാൻ ഒരുപാടുണ്ട്. അത് എന്നെപ്പോലെ ഒരാൾക്ക് ഇത് മൊത്തം പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല. ആ ചരിത്രങ്ങളൊക്കെ പലതും അന്വേഷിച്ച് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള നമ്മുടെ ഇസ്മത്ത് നല്ലകോയ, അതുപോലെ തന്നെ നമ്മുടെ സർഫറാസ് മാസ്റ്റർ, അതുപോലെ നമ്മുടെ തക്കിയുദ്ദീൻ, അതുപോലെ നമ്മുടെ റൈസ് കാക്ക, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ ബഹുമാനപൂർവ്വമാണോ കേട്ടോ ഇവരുടെയൊക്കെ പേര് പറഞ്ഞത്. ഇവരൊക്കെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു തന്ന ചരിത്രങ്ങളൊക്കെ മൊത്തമായിട്ട് കാണാതെ പഠിക്കാനും അത് പറയാനൊന്നും പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഇനിയൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം.
പറയാം. എങ്കിലും നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഈ വ്ളോഗിലൂടെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മളിത് ആ ബീച്ച് റോഡ് കൂടി വരുമ്പോൾ തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്. കിൽത്താൻ ദ്വീപിൻ്റെ ഈ ബീച്ച് റോഡ് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നുള്ള കിൽത്താൻ ദ്വീപിൻ്റെ ഈ കാഴ്ച ഉണ്ടല്ലോ വളരെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജെട്ടിയിലോട്ടാണ്. ജെട്ടിയിൽ മറ്റൊരു ഇവരുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു കഥ ജെട്ടിയിലുണ്ട്. ഈ വ്ളോഗ് മൊത്തം കഥയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ജെട്ടിയിലോട്ട് പോവാം. പൊന്നടിഞ്ഞേറി കൊടിക്കൊൽ മുള്ളിപ്പാറയുമുണ്ടേ കുന്നിപ്പാർ കുന്നിക്കാട്ടകവും ഹുബ്ബാക്കട മുറിഞ്ഞ ബാക്കോലോടത്താർ ആശയ വെള്ളയും കടയാത്തോട്ടം ശീനപ്പൂവോടത്താർ കുന്നിപ്പുളി വലിയോടം ബാന്തി കോലോടം കച്ചേരിയാർ ശക്കരക്കുളമുണ്ട് കറട്ടി പള്ളിയാറും ഷായെ പൊഞ്ചി ശക്കരക്കുളമുണ്ട് കറട്ടി പള്ളിയാറും ഷായെ പൊഞ്ചി കണ്ണാമ്പാളை മുക്രിയ തെങ്ങ് ഫുളാപ്പിന കല്ലിന് പേര് വിതച്ചിടവും വലിയ തിരുവും നേടും തിരുവും പല പേരിടവും ഇടനാടിതിലുണ്ട് ഓർക്കുണ്ട് നീണ്ടുമൊളിന്തിടുവാൻ ഒരു പല്ലവി കൂട്ടി രസം കെടുവാനുതകാത്തിത് ഞാനിവിടെ ചൊരുക്കിട്ട് തെക്കിയൊരുക്കി മെരുക്കിയെടുത്തൊരു പാട്ടിത് കേട്ടിട് കൂട്ടരെ ഒക്കെ കിളുത്തം നാട്ടിടെ കേക്കണ പേരിതേ ഇക്കും ഷർഫീതൊപ്പമിളിഞ്ഞ് തേടി തേടി നടന്നതരിച്ച് മികച്ചൊരു കാവ്യം ഞാനിത പാടട്ടെ മെച്ചമിതൊച്ച നിറച്ചൊരുളഞ്ഞിൽ യാ റബ്ബേ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മെയിൻ ജെട്ടിയിലാണ്. ഞാനിവിടെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ സമ്മർ സീസണിൽ ഷിപ്പ് വരുന്നതൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ ബോട്ടിൽ ആൾക്കാരെ കൊണ്ട് നിറക്കുന്നതൊക്കെ ഈ ജെട്ടിയിലാണ് കേട്ടോ. ഇവിടെ വെസൽ വന്നാൽ ബർത്ത് ചെയ്യുന്ന സ്ഥലമാണിത്. അതായത് ഇവിടത്തേക്ക് വെസൽ വരാനുണ്ടായ കാരണം അതിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷദ്വീപിൽ ഇൻ്റർ ഐലൻഡ് കണക്ഷൻ നടത്തുന്ന സ്പീഡ് വെസൽ ഏകദേശം എല്ലാ ദ്വീപുകളിലും അകത്തോട്ട് ലഗൂണിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. പക്ഷേ കിൽത്താൻ ദ്വീപിൽ അത് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻട്രൻസിൽ കുറച്ച് കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെസലിന് കയറി വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെസലിന് കടന്നു വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കിഴക്ക് ഭാഗത്തുള്ള ജെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യം എന്നതുപോലെയാണ് ഈ ഭാഗത്തുള്ള എൻട്രൻസ് ക്ലീനിങ്ങിന് വേണ്ടിയുള്ളൊരു ഒത്തുകൂടൽ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ ഈ നാട്ടിലെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ പങ്കെടുക്കുകയും അതിനുവേണ്ടി ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ഇവർക്ക് ഭക്ഷണം ഒരുക്കുകയും അങ്ങനെ വളരെ ആഘോഷപരമായ രീതിയിൽ തന്നെ ഒരാഴ്ചകളോളം നീണ്ടുന്ന ക്ലീനിങ്ങിന് ശേഷം ഈ നാടിൻ്റെ എൻട്രൻസിൻ്റെ അകത്തോട്ട് നമ്മുടെ സ്പീഡ് വെസൽ കയറി വരികയാണ്. ആ ഒരു നിമിഷം ഇവരെ ഒരുപാട് സന്തോഷപ്പെടുത്തുകയും അഭിമാനം തോന്നിപ്പിച്ചതും ഒരു നിമിഷമായിരുന്നു. കയറി വന്ന വെസലിലുണ്ടായിരുന്ന ക്യാപ്റ്റനും അതുപോലെ അതിലുള്ള പണിക്കാർക്കും എല്ലാവർക്കും തന്നെയും ഇവരെ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ നാട്ടുകാരുടെ സ്വപ്നം പോലെ തന്നെ ഈ നാട്ടിൻ്റെ ജെട്ടിയിൽ വെസൽ കിടന്ന് കെട്ടുകയും അതിനുശേഷം ഇവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് മംഗലാപുരത്തോട്ടുള്ള സർവീസുകൾ പലതും നടത്തുകയും ചെയ്തു വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഒരു ഒത്തൊരുമയുടെ നാടും കൂടിയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല. അത് ചിലപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെട്ടെന്നിരിക്കാം, പക്ഷേ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ നാടിൻ്റെ സഹകരണങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും അത് തന്നെ തോന്നിയേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബീച്ച് റോഡ് കൂടി തെക്കോട്ടാണ്. എവിടെ ഉണ്ട് ശരിക്കും ഉള്ളവനാ അതായത് നമ്മുടെ സൽമാൻ്റെ കൂട്ടുകാരൻ സാദിഖ് ഒരു AC മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് കിളിത്തനിൽ. അപ്പോൾ AC ശരിയാക്കാനുള്ളവർ എന്തായാലും സാദിഖിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ തെക്കോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ബീച്ച് റോഡ് കൂടി തെക്കോട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്നത് ദുന്നൂൻ സ്കൂബ ഡൈവിംഗ് ആൻഡ് വാട്ടർ സ്പോർട്സ് ആണ് കേട്ടോ. അപ്പോൾ കിൽത്താൻ ദ്വീപിൽ വരികയാണെങ്കിൽ അണ്ടർ വാട്ടർ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പലിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിവിടെ നിന്ന് തെക്കോട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത്. അതിനിടയ്ക്ക് സല്ലുവിൻ്റെ വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി കുറേ തവണ വിളിച്ചിട്ടുണ്ട്. നമ്മൾക്കിന്ന് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. സല്ലുവിൻ്റെ വൈഫ് ആരെന്ന് വെച്ചാൽ ഈ അടുത്തായിട്ട് നമ്മുടെ അഷ്റഫ് എക്സൽ വ്ളോഗിൽ മിത്രദ്വീപിൻ്റെ വീഡിയോയിൽ വൈറലായ ഒരു ടീച്ചറുണ്ട്. 2 മില്യണോളം ആൾക്കാർ കണ്ട ആ വീഡിയോയിലേത് നമ്മുടെ ബീബി ഫാത്തിമ ടീച്ചറുടെ വീട്ടിലോട്ടാണ്. അതായത് നമ്മുടെ സല്ലുവിൻ്റെ വൈഫ് ഹൗസിലോട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടീച്ചറുടെ വീട്. അപ്പോൾ എന്തായാലും അഷ്റഫിക്കാനോട് സംസാരിച്ച പോലെ ആ വ്ളോഗിൽ സംസാരിച്ച പോലെ ഒരിക്കലും എന്നോട് സംസാരിക്കാൻ വഴിയില്ല. കാരണം നമ്മൾ കൂട്ടുകാരായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ട്രോളാണ് പതിവ്. അപ്പോൾ എന്തായാലും നമുക്ക് ടീച്ചറിനെ ഒന്ന് വിളിച്ചു നോക്കാം. സല്ലുവിൻ്റെ മോളാണ് പുറത്ത് വന്നത്. അലീൽ ഷെയ്ഖ് എന്ന് ചോദിക്കാനുണ്ട്. തിരിച്ചോടിപ്പോയി സമറി മോള്. ഇതാണ്
നമ്മുടെ സംറിക്കുട്ടി. സംറി സീക്കുണ്ടോ? സീക്കില്ല. ഇല്ല പഠിപ്പിച്ചോ? ഹലോ ലിക്ക്. ഫാത്തിമാസ് കിച്ചൺ. ഫാത്തിമാസ് കിച്ചൺ. ചിക്കൻ. ഉമ്മേതാ? ഫാത്തിമാസ് ഇല്ല? മറ്റേ എന്നെ തോന്നുന്നുണ്ട് ഭിത്തിലുള്ള വ്ലോഗാണോ അതെന്നെ തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭിത്തിര വർക്ക് ചെയ്യിച്ചു തന്നെ നമ്മുടെ ഇവിടെ കിളുത്താൾ വർക്ക് ചെയ്യുമ്പോൾ ഭിത്തിര മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ സംഭവം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ടീച്ചർക്ക് ഭയപോലെയല്ല, നാണം വന്നിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഞാനായത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു. അങ്ങനെയാണോ? ഞാനായത് കൊണ്ടാണോ? അതിലെ ഫുഡെല്ലാം ഫാത്തിമ ടീച്ചർ ഉണ്ടാക്കിയോ? ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയത്, ബാക്കി കറിയെല്ലാം ഉമ്മാസ് കിച്ചൺ. അപ്പോൾ മറ്റേ ഇത് മറ്റേ കഞ്ഞി മാസടിച്ച് അത് വിത്തര സീസൺ കഴിഞ്ഞ് കഞ്ഞി മാസടിച്ച് വിത്തര മാത്രമാണ് അത് വിത്തര ഉള്ളു. സെല്ലു ഇവിടെ സെല്ലുവിനും കിട്ടണ്ടേ കഞ്ഞി മാസടിച്ച്? ഇല്ല, ഇതുവരെ എന്തുകൊണ്ട് കൊടുത്തില്ല? അതോടുകൂടിയില്ലേ കഞ്ഞി മാസടിച്ച് നമ്മളോട് താല്പര്യം പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ടീച്ചർ വളരെ ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷം. ഞങ്ങൾ നേരത്തെ തന്നെ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സെല്ലു ആണ് ഭക്ഷണത്തിന് ക്ഷണിച്ചത്. പിന്നെ അത് മുഖാന്തരം സെല്ലു പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കിവിടെ നിന്ന് ഭക്ഷണം കിട്ടി എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നിങ്ങളുടെ സന്തോഷം എൻ്റെയും സന്തോഷം. നടപ്പാനുള്ളതില്ലേ? അത് സംറി മതിയാ? ഒരു ചപ്പാത്തി തേട്ടെ. അതായടാ എങ്ങോട്ടല്ലേ? എത്ര ചപ്പാത്തി കഴിച്ചു? ഇല്ല, അങ്ങനെ വരികയില്ല. അങ്ങ് ആയുഷ്വാക്കുണ്ട്. എന്നിടെ മജാക്കണ്ടേ? ബൈക്കോടിൻ്റെ അഭിമാനം പ്രശ്നങ്ങളോ? ഒരു ഫോട്ടോ എടുത്ത ഉടനെ തന്നെ കാണിച്ചു കൊടുക്കണം. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്. എത്ര വർഷമായപ്പോൾ ലൈസൻസ് എടുത്ത്? ലൈസൻസ് എടുത്ത് 2 വർഷമായി. മച്ചന്മാരെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഫുള്ളായിട്ടുള്ള കിൽത്താൻ ദ്വീപിൻ്റെ ഒരുപാട് വീഡിയോസും കാഴ്ചകളും കഥകളും ഒക്കെ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ സാംസങ് ഫോണിന് ഇപ്പോൾ ഒരു പണി തരുന്നുണ്ടല്ലോ, ഗ്രീൻ ലൈന്. അപ്പോൾ അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ അടുത്ത വ്ളോഗിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. കാരണം ഒരുപാട് കഥകൾ ഇനിയും ഉണ്ട്. ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ ഹൈസ്കൂളിലത്തെ കാഴ്ചകൾ, പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. അങ്ങനെ കുറേ കഥകളും കുറേ ചരിത്രങ്ങളും ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും അലിൽ ഷെയ്ഖ് സൈനിങ് ഓഫ്.